വെൽക്കം ബാക്ക് എവരി വൺ. അങ്ങനെ ഞാൻ ടർബോ കണ്ടു. പക്ക വൈശാഖ് ഫിലിം. എന്ത് പറയാം, ഇറ്റ്സ് എ വൺ മാൻ ഷോ. മമ്മൂക്കയുടെ ഒരു വൺ മാൻ ഷോ തന്നെയാണ് ഈ മൂവി. ഇതിലെല്ലാ കഥാപാത്രത്തിനും അതിൻ്റെതായ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ബട്ട് ഇറ്റ്സ് ടോട്ടലി ഫ്രം സീൻ 1 ടു ലാസ്റ്റ് സീൻ വൺ മാൻ ഷോ. അത് മമ്മൂക്ക കുറേ ആൾക്കാർ ഇൻ്റർവ്യൂവിൽ ചോദിച്ചിട്ട് അടുത്ത പടം എങ്ങനത്തെ വേണം, ഒരു ഇടിപ്പടം, ഫുൾ ഇടിപ്പടം തന്നെ തന്നിരിക്കുന്നത്. അത് അതേമാതിരി തന്നെ ഇതിൽ മമ്മൂക്ക അല്ലാണ്ട് ഇപ്പോൾ നമ്മളുടെ പാച്ചു മദ്ബുള വിളക്കത്തിലത്തെ ഹീറോയിൻ അഞ്ജന ജയപ്രകാശ്, പിന്നെ ബിന്ദു പണിക്കർ, അവർ മമ്മൂക്കടിയും അമ്മയായിട്ട് ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. ഷീ ഈസ് വണ്ടർഫുള്ളി പോർട്രേറ്റഡ് ക്യാരക്ടർ. അത് നല്ലൊരു എഫക്റ്റ് ഉണ്ട്. പിന്നെ രാജ്ബി ഷെട്ടി നമ്മളുടെ കന്നഡ ആക്ടർ വില്ലനായിട്ട് പോർട്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രം സ്റ്റാർട്ടിങ് ഒരു നോർമൽ എല്ലാ മൂവിയിലും കാണാൻ നമ്മൾക്കൊരു ജനറിക് ആയിട്ടൊരു വില്ലൻ. ബട്ട് ആ ലാസ്റ്റ് ക്ലൈമാക്സിൽ ഒരു രാജ്ബി ഷെട്ടിയുടെ എലിമെൻറ്റ് വരും. അതാണ് മേക്സ് ഇറ്റ് ഡിഫറെൻറ്റ്. ചിലപ്പോൾ നമ്മൾക്ക് തോന്നും ഇറ്റ് കുഡ് ഹാവ് ബീൻ യൂസ്ഡ് ത്രൂ ഔട്ട് ദി ഫിലിം. ഇൻ ദ സെൻസ് ആ ജനറിക് വില്ലനിസം വിട്ടിട്ട് നമ്മൾക്കൊരു രാജ്ബി ഷെട്ടി എലിമെൻറ്റ് ഫ്രം ബിഗിനിങ് ഓഫ് ഹിസ് വില്ലനിസം കാണിച്ചിരുന്നു. ഇനിയൊരു എഫക്റ്റ് വരുമായിരുന്നു. പിന്നെ നമ്മൾക്ക് ദിലീഷ് പോത്തനുണ്ട്. ദിലീഷ് പോത്തനും ഹാസ് ഡെലിവേർഡ് ഹിസ് ക്യാരക്ടർ വെരി വെൽ. സുനിൽ നമ്മളുടെ ജയിലല്ലാതെ സെയിം ഒരു കോമഡി വില്ലന്മാർ, കോമഡി ആൻറ്റഗണിസ്റ്റ്മാരാണ്. ആൻറ്റഗണിസ്റ്റ് പറഞ്ഞാലും ഒരു നെഗറ്റീവ് ഷെയ്ഡ് ക്യാരക്ടറാണ്, ബട്ട് ഒരു കോമഡി വിത്ത് അതിൻ്റെ എപ്പോഴും ആ സുനിൽ അവർക്ക് സൂട്ട് ആവുന്നത്. അതേമാതിരി ഒരു ക്യാരക്ടറുണ്ട്. റൈറ്റർ ബിജു മനുവൽ തോമസ്. റൈറ്റിംഗ് നമ്മൾക്ക് പറഞ്ഞാൽ ഒരു നോർമൽ പോണ റൈറ്റിംഗ്. ആക്ച്വലി ഗരുഡൻ നമ്മൾക്ക് ഇത്ര നല്ല നല്ല മൂവി തന്ന എബ്രഹാം ഓസ്ലറും അത്ര നല്ലൊരു കഥ തന്നൊരു റൈറ്ററിൻ്റെ സംവേർ വി എക്സ്പെക്ട് മോർ. ബട്ട് ഇതൊരു ആക്ഷൻ പിക്ചറായ കാരണം ആ ആക്ഷനിൽ നമ്മൾ അതിനെല്ലാം കുറച്ചൊന്ന് മറന്നു പോകും. ബട്ട് ഇഫ് ഇനിയും ഒരു നല്ല തിരക്കഥ, അതിൻ്റെ ബേസ് ഇനിയും കുറച്ചും കൂടി സ്ട്രോങ് ആയി, ഇറ്റ് വുഡ് ഹാവ് ബീൻ എ വെരി ഗുഡ് ഫിലിം. ആൻഡ് അതൊരു തിയേറ്റർ എക്സ്പീരിയൻസ്, തിയേറ്ററിൽ പോയി കാണേണ്ട പിക്ചറാണ്. അല്ലാണ്ട് OTT വെയിറ്റ് ചെയ്തിട്ട് അങ്ങനെയല്ല. തിയേറ്ററിൽ പോയി മമ്മൂക്കയുടെ ഒരു വൺ മാൻ ഷോ, ഫുൾ ഒരു ഇടിയോ ഒരു പടം ഡെഫിനറ്റ്ലി തിയേറ്റർ വാച്ചാണ്. ഡെഫിനറ്റ്ലി പോയി കാണണം. താങ്ക് യു.